നമസ്കാരം. നാട്ടിക എം.എൽ.എ. ആയിരുന്ന സി മുകുന്ദൻ CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ പിന്നാലെ തന്നെ അദ്ദേഹം കോൺഗ്രസിൽ ചേരും എന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത്. കഴിഞ്ഞ ദിവസം സി മുകുന്ദൻ ഡൽഹിയിൽ കോൺഗ്രസ് നേതൃത്വവുമായി അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിലുണ്ടാകുന്ന ഏറ്റവും പുതിയ ട്വിസ്റ്റ് സി മുകുന്ദൻ BJPയിൽ ചേർന്നു എന്നുള്ളതാണ്. ഡൽഹിയിൽ കോൺഗ്രസ് നേതൃത്വമായി നടന്ന ചർച്ചകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമല്ല. നാട്ടികയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താനാണ് പാർട്ടിയുടെ തീരുമാനമെന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട്. സി മുകുന്ദൻ വിമതനായി അവിടെ മത്സരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും സി മുകുന്ദൻ വെറുതെ ഡൽഹി വരെ പോയി എന്നാണ് നമ്മൾ കരുതിയിരുന്നത് എങ്കിലും ഒരുപക്ഷെ ഡൽഹിയിൽ വെച്ചായിരിക്കാം BJP നേതൃത്വമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെ ഇന്ന് ഉച്ചയോടെ തൃശ്ശൂരിലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും അവിടെ എത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ BJPക്കാരനായി മാറിയിരിക്കുകയാണ്. ഏതായാലും സി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം CPI നേതൃത്വമായി നേരിട്ട് കലഹിച്ചാണ് പാർട്ടി വിടുന്നത്. നാട്ടികയിൽ ഇത്തവണ അദ്ദേഹത്തിന് സീറ്റില്ല എന്നുള്ള വാർത്ത വളരെ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. സി മുകുന്ദനാകട്ടെ കുറേ നാളുകളായി പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലുമായിരുന്നില്ല. താൻ ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് താമസിക്കുന്നതെന്നും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ കാലിനൊരു അപകടം സംഭവിച്ച് പരിക്കേറ്റ് കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുമുള്ള ആരോപണങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വം പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, തങ്ങൾ ഇക്കാര്യത്തിൽ വളരെ സജീവമായി തന്നെ ഇടപെട്ടിരുന്നു എന്നാണ്. ഏതായാലും പിന്നീട് ഗീതാ ഗോപിക്കാണ് സീറ്റ് എന്ന് ഉറപ്പായതോടുകൂടി അദ്ദേഹം നേരിട്ട് പാർട്ടിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇതൊരു പേയ്മെൻറ്റ് സീറ്റാണ് നാട്ടികയിലേത് എന്നാണ് അന്ന് സി മുകുന്ദൻ ആരോപിച്ചത്. ഗീതാ ഗോപിക്ക് പാർട്ടിക്ക് എത്ര വേണമെങ്കിലും പണം പിരിച്ചു നൽകാൻ കഴിയുമെന്നും തനിക്ക് ഒരു രൂപ പോലും പിരിച്ച് നൽകാൻ കഴിയുകയില്ല എന്നുമുള്ളതാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയാകാനുള്ള മാനദണ്ഡമായി മാറിയിരിക്കുന്നത് എന്നും മുകുന്ദൻ തുറന്നടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മുകുന്ദനും CPI ആയിട്ടുള്ള ബന്ധം വഷളാകുന്നതും തുടർന്ന് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും. തുടർന്ന് UDF തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. കോൺഗ്രസ് നേതാക്കൾ പലരും മുകുന്ദനുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് മുകുന്ദൻ ഡൽഹിയിലേക്ക് പോയത്. ഏതായാലും ഡൽഹി യാത്ര കൊണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശഫലമൊന്നും ഉണ്ടായില്ല എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേ തുടർന്നാണ് BJP ഇപ്പോൾ അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയായി സി മുകുന്ദൻ മത്സരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ഇത് CPI സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതകളെ ഏറെ ദോഷകരമായി തന്നെ ബാധിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. സി മുകുന്ദനാകട്ടെ സമൂഹത്തിലെ വളരെ താഴെത്തട്ടിൽ നിന്ന് സ്വന്തം അധ്വാനം കൊണ്ട് ഉയർന്നു വന്ന ഒരു നേതാവാണ്. അദ്ദേഹം അഴിമതിക്കാരനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ദുഷ്പേര് കൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. വളരെ ജനകീയനും ജനപ്രിയനുമായ ഒരു വ്യക്തിയാണ് സി മുകുന്ദൻ. അങ്ങനെയുള്ള ഒരാളിനെ പാർട്ടിയിൽ നിന്ന് അവർ പുകച്ചു ചാടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് CPI നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നോ എന്ന് ഇപ്പോഴും സംശയകരമാണ്. ഏതായാലും BJP കിട്ടിയൊരു ഭാഗ്യം തൽക്കാലത്തേക്ക് അവർക്കൊരു MLA കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിലവിലെ നിയമസഭ പിരിച്ചുവിട്ടിട്ടില്ല. പുതിയ നിയമസഭ വരുന്നത് വരെ ഏതായാലും ഈ നിയമസഭ തുടരുക തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ BJPക്ക് ഒരു MLA കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ CPIയിൽ നിന്ന് പുറത്തുമാണ്. അതുകൊണ്ട് തന്നെ കൂറുമാറ്റത്തിൻ്റെ പരിധിയിലൊന്നും സി മുകുന്ദൻ ഉൾപ്പെടുകയുമില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. തൃശ്ശൂരിൽ ഇപ്പോൾ തന്നെ മറ്റ് പല പാർട്ടികളിൽ നിന്നുള്ള നേതാക്കന്മാർ BJPയിലേക്ക് ചേരുന്നൊരു സമയം കൂടിയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് BJP ആസ്ഥാനത്ത് കോൺഗ്രസിലെയും അതുപോലെ മറ്റ് പല പ്രധാന രാഷ്ട്രീയ കക്ഷികളിലെയും നേതാക്കന്മാരായിരുന്ന ചിലരും ഇന്ന് BJPയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. ഏതായാലും പൊതു തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി കൂടുതൽ ആളുകൾ ഈ ഒരു കാലത്ത് വടക്കേന്ത്യയിലും മറ്റും കണ്ടിരുന്ന പോലെ കയ്യാറാം രാഷ്ട്രീയം കളിക്കുകയാണോ എന്ന് പലരും സംശയിക്കുകയാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൊന്നും തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. CPI പോലെ അവരെപ്പോഴും പറയാറുള്ളത് പോലെ തങ്ങൾ താത്വികമായ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും അവിടെ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായിട്ടാണ് സി മുകുന്ദൻ വിശദീകരിച്ചിരുന്നത്. ഈയിടെ അദ്ദേഹം ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ വലിയ തുക തന്നോട് പിരിച്ചു നൽകാൻ പാർട്ടി ആവശ്യപ്പെട്ടുവെന്നും തനിക്ക് അതിന് കഴിയാതെ വന്ന സാഹചര്യമൊക്കെ അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഏതായാലും CPI നേതാക്കളാകട്ടെ മുകുന്ദൻ പറഞ്ഞതൊക്കെ തന്നെ പിന്നീട് തള്ളി പറയുകയായിരുന്നു. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ഒരു സിറ്റിംഗ് MLA കിട്ടിയെന്ന് ആശ്വസിക്കാം. ഒപ്പം നാട്ടിക പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ ത്രികോണ മത്സരമായി തന്നെ മാറാനുള്ള സാധ്യതയാണ് ഇതിലൂടെ തെളിയുന്നത്.